എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹര മഹാക്ഷേത്രത്തിലാണ്. അതാണ് വടക്കനപ്പനും തെക്കനപ്പനും കുടികൊള്ളുന്ന തുറവൂർ മഹാക്ഷേത്രം. ഇവിടെ ഒരേ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ നരസിംഹമൂർത്തിയും മഹാസുദർശനമൂർത്തിയും പ്രത്യേകം ശ്രീകോവിലുകളിൽ കുടികൊള്ളുന്ന ഒരു പുണ്യക്ഷേത്രം കൂടിയാണ് തുറവൂർ മഹാക്ഷേത്രം. ക്ഷേത്രത്തെപ്പറ്റി കൂടുതലായി അറിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇവിടെ മഹാസുദർശന ക്ഷേത്രമാണ് ആദ്യം നിലവിൽ വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന് ഏകദേശം 1300-ലേറെ വർഷത്തിന്റെ പഴക്കം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. അതിനുശേഷമാണ് ഇവിടെ നരസിംഹസ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. നരസിംഹസ്വാമിയുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്തെന്നാൽ നരസിംഹസ്വാമിയുടെ വിഗ്രഹം കാശി അഥവാ വാരണാസി എന്ന സ്ഥലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹം ആണെന്നും അതുപോലെ ആദി ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനായ പത്മപാദർ വിഗ്രഹത്തെ പൂജിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. പിന്നീട് ആ വിഗ്രഹത്തെ അവിടെ നിന്നും കേരളത്തിലെ തുറവൂരിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം പറയുന്നത്. ഉഗ്രമൂർത്തി കുടികൊള്ളുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയും ഇവിടെ ഭഗവാൻ മാറ്റി രക്ഷിക്കും എന്നാണ് ഇവിടുത്തെ പ്രധാന വിശ്വാസം. ഇനി ചരിത്രരേഖകൾ പ്രകാരം പറയുകയാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ ചേര രാജാവായ കേരളേന്ദ്രന്റെ കാലത്താണ് നരസിംഹക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഗുരുവായ മുറിങ്ങോട്ട് അടികൾ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചതായി ക്ഷേത്ര പരമ്പരയിൽ പറയുന്നു. അതിനുശേഷം ക്ഷേത്രം കൊച്ചി രാജ്യത്തിൻ്റെയും തുടർന്ന് തിരുവിതാംകൂർ ഭരണത്തിൻ്റെയും കീഴിലായി. 1951 തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് ശേഷം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇവിടെ ക്ഷേത്ര ദർശനം നടത്തിയതായി ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു. ഇനി ഇവിടുത്തെ വഴിപാടാണ് മറ്റൊരു പ്രത്യേകത. വെടിവഴിപാട് ആണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വഴിപാട്. ഭഗവാൻ നരസിംഹസ്വാമിയുടെ അവതാര സമയത്ത് സ്തംഭം പിളർന്നപ്പോൾ ഉണ്ടായ വലിയ ഘോരനാദത്തെ അനുസ്മരിച്ചുകൊണ്ടുകൂടിയാണ് ഇവിടെ വെടിവഴിപാട് നടത്തുന്നത്. കൂടാതെ നിത്യേനയുള്ള അന്നദാനം, പാൽപ്പായസം, പാനകം, സന്താന ഗോപാല മന്ത്രാർച്ചന, ചുറ്റുവിളക്ക് മുതലായവയൊക്കെ ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ കൂടിയാണ്. ഇനി ഇവിടുത്തെ ഉത്സവത്തെ പറ്റി അറിഞ്ഞാലോ. തുറവൂർ മഹാക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തുലാം മാസത്തിലെ വാർഷിക ഉത്സവമാണ്. സാധാരണയായി 9 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവം ആണ്. അതുപോലെ നിരവധി ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയൂട്ടും ദീപാവലി വലിയ വിളക്കും ഒക്കെയായുള്ള അതിമനോഹരമായ മഹോത്സവം കൂടിയാണ്. തുറവൂർ മഹാക്ഷേത്രത്തിൽ ദർശനം നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും പുറപ്പെട്ടോളൂ. ഇവിടെ എത്താൻ വളരെ എളുപ്പം കൂടിയാണ്. റോഡ് മാർഗം വരികയാണെങ്കിൽ ദേശീയപാത NH-66 തൊട്ട് അരികിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് കൊച്ചി ആലപ്പുഴ റൂട്ടിൽ ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സിൽ കയറിയാലും മതിയാകും. അതുപോലെ ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ തുറവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. എങ്കിൽ വേഗം തന്നെ പുറപ്പെട്ടോളൂ ചരിത്രപ്രസിദ്ധമായ തുറവൂർ മഹാക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ. നരസിംഹസ്വാമിയുടെയും സുദർശനമൂർത്തിയുടെയും ക്ഷേത്രവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.